സൗദിയിൽ നിക്ഷേപകർക്ക് പ്രീമിയം ഇഖാമ അനുവദിക്കുന്നതിനുള്ള നിയമത്തിൽ മാറ്റം വരുത്തി. 7 മില്യൺ റിയാലിന്റെ നിക്ഷേപം സൗദിയിലുള്ളതിനുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ നിക്ഷേപകർക്കുള്ള പ്രീമിയം റെസിഡൻസി ലഭ്യമാകൂ എന്നതാണ് പുതിയ മാറ്റം. സൗദി പൌരന്മാർക്ക് തുല്യമായ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പ്രീമിയം ഇഖാമ. സൗദിയിൽ വിവിധ പ്രൊഡക്റ്റുകളായാണ് പ്രീമിയം ഇഖാമ അനുവദിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റർ ഇഖാമയിലെ നിബന്ധനയിൽ മാത്രമാണ് മാറ്റം. മുൻ വർഷങ്ങളിൽ സൗദിയിൽ നിക്ഷേപകർക്കുള്ള പ്രീമിയം ഇഖാമ ലഭിക്കാനുള്ള നിബന്ധനകളിൽ ഒന്ന് 7 മില്യൺ റിയാൽ നിക്ഷേപം സൗദിയിൽ വേണമെന്നതാണ്. അത് പക്ഷേ അപേക്ഷയിൽ ചേർത്ത് പ്രീമിയം ഇഖാമ ലഭിച്ച് 2 വർഷത്തിനകം കാണിച്ചാൽ മതി. എന്നാൽ പുതിയ നിബന്ധന മാറി. ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കി മൂലധനം എത്തിയതായി ബോധ്യപ്പെടുത്തിയാലേ ഇഖാമ ലഭിക്കൂ. പുതുതായി അപേക്ഷിക്കുന്ന ആളുകൾക്ക് കേവലം 7 മില്യൺ റിയാൽ ക്യാപിറ്റൽ സിആറിൽ കാണിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ ക്യാപിറ്റൽ സിആറിൽ ആക്കിയതിനു ശേഷം 7 മില്യൺ റിയാൽ സൗദിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് 7 മില്യണിലേക്ക് കിടക്കുകയോ ചെയ്ത് ക്യാപിറ്റൽ കൃത്യമായിട്ട് 7 മില്യൺ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് പ്രീമിയം ഇഖാമ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല 10 എംപ്ലോയീസിന് ജോലി കൊടുത്തു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗോസി സർട്ടിഫിക്കറ്റ് കൂടി, കമ്പനിയുടെ ഗോസി സർട്ടിഫിക്കറ്റ് കൂടി പ്രീമിയം റെസിഡൻസിയുടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. പ്രീമിയം ഇഖാമയുടെ ഇതര കാറ്റഗറിയിൽ മാറ്റമില്ല. 8 ലക്ഷം റിയാൽ നൽകിയുള്ള ആജീവനാന്ത ഇഖാമയോ ഓരോ വർഷം 1 ലക്ഷം നൽകിയുള്ള പ്രീമിയം ഇഖാമകളോ അതുപോലെ തുടരുന്നുണ്ട്. എഞ്ചിനീയർ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർ പോലുള്ള ആളുകൾക്കും അതുപോലെ CEO പോലുള്ള ആളുകൾക്കുള്ള കാറ്റഗറിയിലൊന്നും യാതൊരു ചേഞ്ചസും ഇല്ല. അത് അതേപോലെ തന്നെ അവരുടെ സാലറിയുടെ ബേസിൽ 80,000 റിയാൽ സാലറിയുള്ള ആളുകൾക്ക് CEO പോസ്റ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജർ പോസ്റ്റുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കാം. അതുപോലെ എഞ്ചിനീയേഴ്സ് പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർ പോലുള്ള മെഡിക്കൽ മേഖലയിലുള്ള വിദഗ്ധർക്ക് 35,000 റിയാൽ സാലറിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കാം. ദുരുപയോഗം തടയാനാണ് പുതിയ നിബന്ധനയെന്ന് കൺസൾട്ടൻസി രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നു. വിവിധ കാറ്റഗറിയിൽ പ്രീമിയം ഇഖാമ സ്വന്തമാക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും സൗദിയിൽ തുടരുകയാണ്. മീഡിയ 1 റിയാദ്.